എജു ബോർഡ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ SSLC എക്സാമിന് വേണ്ടിയിട്ട് രസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾ സംശയിക്കേണ്ട, പേടിക്കേണ്ട, നമ്മൾ നല്ല രസമായിട്ട് എജു ബോർഡിന്റെ കൂടെ പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഓരോ ചാപ്റ്ററിലും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക, എങ്ങനെ ആൻസർ ചെയ്യാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ദിശായും ദിശ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ചരിത്ര ചിത്രം വേഗം ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. നോക്കൂ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗത്തിന്റെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ടുണ്ട് ചരിത്ര पर टिप्पणी लिखे എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ഉള്ളത്. ദിശായും ദിശ കി അബ്ദുൾ ജബ്ബാർ കാ വ്യക്തിത്വ ബड़ा പ്രഭാവശാലി है. നമ്മുടെ ദിശായും ദിശ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അബ്ദുൾ ജബ്ബാറിന്റെ വ്യക്തിത്വം വളരെ പ്രഭാവശാലിയാണ്, വളരെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന രീതിയിലുള്ളതാണ്. ഈ സംഗീത പടേ और അബ്ദുൾ ജബ്ബാർ के चरित्र पर टिप्पणी लिखे. നമ്മളോട് പറയാണ്, പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഈ പോയിന്റ്സ് വായിച്ച് അബ്ദുൾ ജബ്ബാറിന്റെ ചരിത്ര ചിത്രം ചെയ്ത ക്യാരക്ടർ സ്കെച്ച് ചെയ്താ നോക്കിക്കോളൂ. ഗരീബാണ് അല്ലെ, പാവപ്പെട്ട ആളാണ്, പരിശ്രമിയാണ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഖുഷ് മിസാസ്, എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി പേഴ്സൺ ആണ്. സാധാ ജീവൻ ബിത്താനെ വാല അല്ലെ, സാധാരണ ജീവിതം നയിക്കുന്ന ആള്. വിനയശീൽ, വളരെ വിനയനായിട്ടുള്ള ആളാണ്. ഗസൽ ഗായകനാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്ര ചിത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണം. എല്ലാവർക്കും അറിയാം അല്ലെ, ഹെഡിങ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം നോക്കൂ, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ചാപ്റ്റർ, നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ, അപ്പൊ അതിൽ ഏത് ചാപ്റ്ററിലുള്ള ക്യാരക്ടർ ആണ് ഇത് എന്നുള്ളതായിരിക്കണം. അപ്പൊ നോക്കിക്കോളൂ, മോഹൻ രാകേഷ് കാ യാത്രാ വിവരൺ ദിശാഹിൻ ദിശ की एक प्रभावशाली व्यक्ति है बूढ़ा मल्ला श्री अब्दुल जब्बार. അപ്പൊ നമ്മളോട് ഫസ്റ്റ് സെന്റൻസ് ആണ്, അദ്ദേഹം ഏത് കഥയിൽ എന്താണ്, ഏത് വിധിയാണ്, ആരാണ് എഴുതിയത്, അതിൽ ആരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോഹൻ രാകേഷ് എഴുതിയിട്ടുള്ള യാത്രാ വിവരണമായിട്ടുള്ള ദിശാഹീൻ ദിശ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രഭാവശാലിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മല്ല സാഹബ് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ. ഭോപ്പാൽ താൽ की सैर में लेखक और मित्र का उनका परिचय होता है. ഭോപ്പാൽ തടാകത്തിലുള്ള സവാരിക്കിടെയാണ് ഇവരെ നമ്മുടെ ക്യാരക്ടർ, അതായത് നമ്മുടെ ലേഖകനും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് നമ്മുടെ അബ്ദുൽ ജബ്ബാറിനെ പരിചയപ്പെടുന്നത്. ഹമേഷ ഖുഷ് മിസാജ് ദിഖായി പഡ്നെ വാല और സാദാ ജീവൻ ബിതാനെ വാല था. എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന, അതുപോലെ തന്നെ സാധാരണ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളുമായിരുന്നു. ദാടി കെ ഹി നഹി ഛാത്തി കെ ഭി ബാൽ, താടിയിലെ രോമം മാത്രമല്ല നെഞ്ചിലുള്ള ചെസ്റ്റിലുള്ള രോമങ്ങൾ പോലും വെള്ളയായിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും പ്രായമായിട്ടുള്ള നല്ല വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു. സർദി കെ മൗസം മേ ഭി സിർഫ് തഹമദ് ലഗായെ ആയേ था. भोपाल ताल का नाविक अब्दुल जब्बार रात दिन मेहनत करता रहता है. जब वह चप्पू चलाने लगता तो उसकी मांसपेशियां इस तरह हिलती जैसे उनमें फैलाद भरा हो. जब अविनाश गाने का आग्रह प्रकट किया, എപ്പോഴാണോ അവിനാശ് ഒരു പാട്ട് പാടാനായിട്ട് പറയുന്നത്, तो बिना हिचक के ഒരു മടിയുമില്ലാതെ तीन गजले छेड़ देता है. 3 ഗസലുകൾ അങ്ങ് പാടി കൊടുക്കുന്നുണ്ട്. ഉസ്കാ ഗല കാഫി അച്ഛാ था. അദ്ദേഹത്തിന്റെ തൊണ്ട അല്ലെ, സൗണ്ട് വളരെ നല്ലതായിരുന്നു. ഗസലോ സേ വ ഇത്നാ പരിചിത് था कि सुनाने का अंदाज भी शायराना था. ആ ഗസലുകളോട് അദ്ദേഹത്തിന് വളരെ അധികം എന്തുണ്ടായിരുന്നു, അയാൾ അത്രയും കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടുന്ന രീതി വളരെ നല്ല രീതിയിലായിരുന്നു. കബി കബി നാവ് ഖോത്തെ സമയ ചപ്പുओं को छाड़े घूम झूम कर गजलें सुनाता था. असल में जब उसकी गजलें समाप्त की वातावरण ही बदल गया था. അദ്ദേഹത്തിന്റെ പാട്ട് നിന്നപ്പോ തന്നെ ആ ഒരു അന്തരീക്ഷം തന്നെ മാറിയതുപോലെയാണ് ഫീൽ ചെയ്തത്. अविनाश के अनुसार गालिब की चीज पेश करने को कहता है. तुरंत ही बिना इतराज के विनय के साथ गजलें गाने लगा. അല്ലെ, അവിനാശ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഒരു മടിയും കൂടാതെ ഒരു പ്രശ്നമില്ലാതെ വേഗം തന്നെ പാടി കേൾപ്പിക്കുകയും ചെയ്തു. മോട്ടെ തൗർ पर वह खुश मिजाज, വളരെ സന്തോഷവാനായിട്ടുള്ള വിനയശീലനായിട്ടുള്ള ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു ഗസൽ ഗായകനാണ് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്നത്. ലേഖക് और मित्र के लिए उस रात अविस्मरणीय पात्र रहा. നമ്മുടെ ലേഖകനും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനും വളരെയധികം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഇത് മാറുകയും ഒരു മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിട്ട് മാറുകയും ഇദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. 10
പത്ര ലെറ്റർ എന്ന് പറഞ്ഞു നോക്കിക്കോളൂ. ഭോപ്പാൽ ताल में अब्दुल जब्बार और अविनाश के साथ की सैर मोहन राकेश के लिए मजेदार थी അല്ലെ. ഭോപ്പാൽ തടാകത്തിലൂടെ അബ്ദുൽ ജബ്ബാറിന്റെയും അവിനാഷിന്റെയും കൂടെയുള്ള മോഹൻ രാകേഷിന്റെ യാത്ര എന്ന് പറയുന്നത് വളരെ മസേദാർ രസകരമായിരുന്നു. वे अपने अविस्मरणीय अनुभव दफ्तर के एक मित्र को से बांटना चाहते हैं. ഈ അവിസ്മരണീയമായിട്ടുള്ള മറക്കാനാവാത്ത ഈ അനുഭവത്തെ അദ്ദേഹം ഓഫീസിലുള്ള ഒരാളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭോപ്പാൽ തടാകത്തിലെ യാത്രയിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അല്ലെ മോഹൻ രാകേഷ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. ഭോപ്പാൽ സ്ഥലം കൊടുത്തിട്ടുണ്ട്, ടൈമും കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്ഥലവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. നോക്കൂ. പ്രിയ ജയപ്രകാശ് ജി, ജയപ്രകാശിനാണ് കേട്ടോ ലെറ്റർ എഴുതുന്നത്. നോക്കൂ. ആപ് കേസേ ഹേ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, സുഖാണോ? ദഫ്തർ മേ സബ് കുശൽ ഹേ നാ, ദഫ്തറിൽ ഓഫീസിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. കുച്ച് ബാത്തി ആപ്സെ ബാഡ്ന ചാഹത്താ ഹോ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സോച്ചാക്കി എക് ചിട്ടി ലിഖോ, ചിന്തിച്ചു നിങ്ങൾക്കൊരു ലെറ്റർ എഴുതാന്ന്. അബ് മേ ഭോപ്പാൽ മേ ഹോ, ഇപ്പോ ഞാൻ ഭോപ്പാലിലാണുള്ളത്. മുംബൈക്ക് റാസ്തേ മേ ഥാ, മുംബൈയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ടിബേ മേ സോനെ കെ ലിയേ സീറ്റ് ഭി മിലി थी, പോകുന്ന വഴിയിൽ നമുക്ക് നമ്മുടെ കമ്പാർട്ട്മെന്റിൽ സീറ്റ് ഒക്കെ കിട്ടിയിരുന്നു ഉറങ്ങാനായിട്ട്. ഭോപ്പാൽ സ്റ്റേഷൻ पर मित्र अविनाश ने मुझसे मिलने आया था, ഭോപ്പാൽ സ്റ്റേഷനിൽ എന്നെ കാണാനായിട്ട് എന്റെ സുഹൃത്ത് അവിനാശ് വന്നിട്ടുണ്ടായിരുന്നു. बात करने की जगह उसने मेरा बिस्तर लपेट कर खिड़की से बाहर फेंक दिया. അവൻ എന്ത് ചെയ്തു? സംസാരിക്കുന്ന സമയത്ത് എന്റെ ബെഡ് ചുരുട്ടിയിട്ട് ആ ജനലിലൂടെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. और खुद मेरा सूटकेस लिए हुए नीचे उतरा, എന്നിട്ട് എന്റെ സൂട്ട്കേസും എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? നീച്ചെ ഉത്തര, ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. रात 11 बजे के बाद हम लोग घूमने निकले, രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി. जब भोपाल ताल के पास आया तो मन लगा कि नाव लेकर कुछ देर तक झील की सैर करे. അങ്ങനെ ഭോപ്പാൽ തടാകത്തിന് അടുത്തെത്തിയ സമയത്ത് മനസ്സുകൊണ്ട് തോന്നി ആ തടാകത്തിലൂടെ തോണിയിൽ കുറച്ചു നേരം യാത്ര ചെയ്താലോ എന്ന്. ഹമാരി നാവ് കാ മല്ല അബ്ദുൽ ജബ്ബാർ ഗായക് തോ നഹി, അദ്ദേഹം ഗായകൻ. അബ്ദുൽ ജബ്ബാർ ഞങ്ങളുടെ തോണിക്കാരനായിട്ടുള്ള നമ്മുടെ അബ്ദുൽ ജബ്ബാർ ഗായകനൊന്നുമില്ല. മഗർ ഉസ്നെ കുച്ച് ഗസലെ തർനം കെ സാത്ത് പേഷ് കിയ, പക്ഷെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കുറച്ച് ഗസലുകൾ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചു. उसका गला अच्छा था, ആളുടെ തൊണ്ട വളരെ നല്ലതായിരുന്നു. സുനാനെ കാ അന്ദാസ് ഭി ഷായറാനാ ഥാ, ആ പാടുന്ന രീതിയും വളരെ നല്ലതായിരുന്നു. ഏക് കെ ബാദ് ദൂസരി ഫിർ തീസരി, ഒന്ന് കഴിഞ്ഞ് 2 3 എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1 2 3 ഒരുപാട് ഗസലുകൾ പാടി കേൾപ്പിച്ചു. ഹം ദോനോ ഉസ്കെ ഗായൻ മേ വിലീൻ ഹോ ഗയേ ഥേ, നമ്മൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ആ പാട്ടിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ജബ് ഖാമോഷ് ഹോ ഗയാ തോ വാതാവരൺ ഹി ബദൽ ഗയാ, വാതാവരൺ ഹി ബദൽ ഗയാ അല്ലെ. രാത് സർദി കാ നാവ് കാ ഹിൽന, രാത്രിയാണെന്നോ ആ സമയത്ത് ആ തണുപ്പത്ത് ആ തോണി ഇങ്ങനെ ആടി ഉലയുന്നുണ്ടെന്നോ. സബ്കാ അനുഭവ പെഹലെ സെ നഹി ഹോ രഹാ ഥാ, അതിനൊന്നും മുന്നേ അല്ലെ അദ്ദേഹത്തിന്റെ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ പെട്ടെന്ന് അയാൾ പാട്ട് പാടുന്നത് നിന്ന സമയത്ത് രാത്രിയാണെന്നും തണുപ്പും അതുപോലെ തന്നെ ആ നാവ് ആ തോണി ഇങ്ങനെ ആടി ഉലയുന്നുണ്ടെന്നും ആ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അബ് होने लगा, फिर उसे ഗാലിബ് की ഗസലെ സുനായാ ഗയാ, പിന്നീട് അദ്ദേഹം ഗാലിബിന്റെ ഗസലുകൾ ആലപിക്കാനായിട്ട് തുടങ്ങി. ദഫ്തർ മേ സബ്കോ മേരാ നമസ്കാർ കഹന, ദഫ്തറിൽ എല്ലാവരോടും എന്റെ നമസ്കാരം അല്ലെ എല്ലാവരും ഞാൻ അറിയിച്ചു, അതായത് ഞാൻ വിളിച്ചതായിട്ട് ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. ബാക്കി സബ് അഗ്ലേ പത്ര മേ, ബാക്കി എല്ലാം ഇനി അടുത്ത ലെറ്ററിൽ എഴുതാം. തുരന്ത് ഹി ജവാബി പത്ര കി പ്രതീക്ഷ കർത്തേ ഹുയേ, നിങ്ങളുടെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്കാ പ്രിയ മിത്ര അല്ലെ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതും. എന്ന് പ്രിയപ്പെട്ട നിന്റെ സുഹൃത്ത് എന്ന് പറയും. അതുപോലെ ഇവിടെ സേവാമേ അതായത് ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ ലെറ്റർ എഴുതുന്ന സ്ഥലം, അതുപോലെ ആ ഡേറ്റ് കൊടുക്കണം. പിന്നെ ആരെയാണോ നമ്മൾ ലെറ്റർ എഴുതുന്ന അവരെ അഭിസംബോധന ചെയ്യണം. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സുഖം കുശലാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരു ചെറിയ പാരഗ്രാഫ് പോകണം. അതിനുശേഷം എന്താണോ ടോപ്പിക് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതാം. ലാസ്റ്റ് നിങ്ങൾ ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്ത് സേവ് ആമേ അതായത് 2 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സും കൂടെ കൊടുക്കുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ പറയുന്ന നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് നല്ല രസമായിട്ട് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. നോക്കിക്കോളൂ.
പട്കഥ അല്ലെ, പട്കഥ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിക്കോളൂ. രാത് കോ 11 के बाद हम घूमने निकले. രാത്രി 11 മണിക്ക് ശേഷം നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങി. ഭോപ്പാൽ താൾ के पास पहुंचे तो मन हो आया कि नाव लेकर कुछ देर झील की सैर की जाए. അപ്പോ അതിലെ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഭോപ്പാൽ തടാകത്തിനടുത്ത് എത്തിയപ്പോ കുറച്ചു നേരം ഭോപ്പാൽ തടാകത്തിലൂടെ തോണിയിൽ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. പ്രസ്തുത ഘടന കോ ലേക്കർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ. ഈ ഒരു സന്ദർഭത്തിന്റെ ഒരു ചെറിയ പട്കഥയുടെ ഒരു ദൃശ്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലെറ്റർ നമ്മൾ ഈ പറയുന്നത് പോലെ പട്കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ദൃശ്യ ഏതാണ് അല്ലെ, നമ്മുടെ ഏത് ദൃശ്യമാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇവിടെ ദൃശ്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സ്ഥാനം സമയം കൊടുക്കണം അല്ലെ. പ്ലേസ്, ഏത് പ്ലേസിലാണ്, ഏത് സ്ഥലത്താണ് നമ്മുടെ ആ ഒരു സന്ദർഭം നടക്കുന്നത്, അതുപോലെ ഏത് സമയത്താണ് നടക്കുന്നത് എന്ന് കൊടുക്കണം. പിന്നെ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാരക്ടേഴ്സ് ആണ് അല്ലെ. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത്, അവരെ കുറിച്ച് അവരുടെ വയസ്സ്, അവരുടെ വേഷവിധാനങ്ങൾ കൊടുക്കണം. നോക്കിക്കോളൂ. ദൃശ്യം ഏതാണെന്ന് കൊടുക്കണം. പ്ലേസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്ഥാൻ ഭോപ്പാൽ താൾ കെ കിനാരെ, ഭോപ്പാൽ തടാകത്തിനടുത്ത്. സമയം എന്ന് പറയുന്നത് രാത്രി 11:30 ബജെയാണ്, 11:30 മണിയാണ് രാത്രി. പാത്ര, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കൊടുത്തു, മോഹൻ രാകേഷ്, അവിനാഷ്, അബ്ദുൽ ജബ്ബാർ. ഇനി ഇവരുടെ 3 പേരുടെയും വയസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ 3 പേരുടെയും വേഷഭൂഷ, വസ്ത്രധാരണ രീതിയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞ് ബാക്കി എങ്ങനെയാണ്, ദൃശ്യിക വിവരൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ദൃശ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കണം അല്ലെ. അപ്പൊ നോക്കിക്കോളൂ. भोपाल ताल में नाव खोते हुए एक बूढ़ा मल्ला नजर आ रहा है. ഭോപ്പാൽ തടാകത്തില് ഒരു വയസ്സായിട്ടുള്ള ആൾ ഇങ്ങനെ തോണി തുഴഞ്ഞു പോകുന്നതായിട്ട് കാണാം. നാവ് മേ മോഹൻ രാകേഷ് ഓർ മിത്ര അവിനാഷ് ഹെ. ആ തോണിയില് മോഹൻ രാകേഷും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവിനാഷും ഉണ്ട്. മോഹൻ രാകേഷ് ലേटे हुए है. മോഹൻ രാകേഷ് ഇങ്ങനെ നല്ല സുഖിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. മല്ല സിർഫ് തഹമത് പെഹനാ ഹുവാ ഹെ. കടി സർദി ഹെ. നല്ല കൊടും തണുപ്പാണ്. അവിനാഷ് ഗസൽ गाने का आग्रह प्रकट करता है. बूढ़ा मल्ला गाने की धुन में है. അപ്പൊ അവിനാഷ് ഒരു ഗാനം കേൾക്കണം, ഒരു ഗസൽ കേൾക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ബൂഢാ മല്ല ഖാന അല്ലെ, ഗാനം പാടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നോക്കിക്കോളൂ. ഇനി ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് വരുന്നത്. അപ്പൊ മോഹൻ രാകേഷ് പറയാണ്, ബഡി സുഹാനി രാത് ഹെ ഘടി സർദി ബി ഹെ. വളരെ സുഹാനി അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു രാത്രിയാണ്, അതുപോലെ നല്ല തണുപ്പും ഉണ്ട് അല്ലെ. അപ്പൊ അവിനാഷ് പറയാണ്, ഹാ ശരിയാ, അഗർ ഹമ്മേ സെ കോയി ഇസ് വക്ത് കോയി ഗാന പേഷ് കരേ തോ കിത്നാ അച്ഛാ ഹോത്താ. അപ്പൊ അവിനാഷ് പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടുമായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ. അപ്പൊ അബ്ദുൽ ജബ്ബാർ പറയാണ്, മേ ഗാത്തോ നഹീ സക്താ ഹുസൂർ. ഞാൻ പാട്ടൊന്നും പാടൂല അല്ലെ. അപ്പൊ അവിനാഷ് പറയും, ഫിർ ഭി കുച്ച് പ്രയാസ് കരേ. ആ കുഴപ്പമില്ല, എന്നാലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ അബ്ദുൽ ജബ്ബാർ, കുച്ച് ഗസലെ തുരന്ത് കെ സാത്ത് പേഷ് കർനെ കാ പ്രയാസ് കരൂ. ഞാൻ കുറച്ച് ഗസലുകളെ തർണം കെ സാത്ത് ഒന്ന് പറയാനായിട്ട്, ഒന്ന് പാടാനായിട്ട് ശ്രമിച്ചാലോ. മോഹൻ രാകേഷ് ഓർ അവിനാഷ് ഏക് സാത്ത് പറയാണ്, ജറൂർ ജറൂർ, എന്തായാലും എന്ന് പറയാണ് കേട്ടോ. ബൂഢാ മല്ല താൽ ലയ കെ സാത്ത് ഗസലെ ഗാനെ ലഗ്താ ഹെ. അങ്ങനെ ബൂഢാ മല്ല സാഹബ് 2 പേർക്കും ആഗ്രഹം പ്രകാരം അവിടെ പാട്ട് പാടാനായിട്ട് അല്ലെ, ഗസലുകൾ ആലപിക്കാനായിട്ട് തുടങ്ങാണ്. അപ്പൊ ഇതുപോലെ പട്കഥ എന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ദൃശ്യമാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ കൂടെ തന്നെ ആ ഒരു ദൃശ്യം നടക്കുന്ന സ്ഥലം, ടൈം കൊടുക്കുക. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വയസ്സ്, അവരുടെ വേഷഭൂഷ, അവരുടെ വസ്ത്രധാരണ രീതിയും നന്നായിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ദൃശ്യത്തിന്റെ വിവരണം അല്ലെ, ആ ദൃശ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ശേഷം അവിടെയുള്ള ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ കൊടുക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.